കരുതലിൻ്റെ സന്ദേശമാണ് ഓരോ നോമ്പുകാലവും. അഗതികളോടും അനാഥരോടും അളവില്ലാതെ കരുണ കാട്ടാൻ ഓരോരുത്തരും മത്സരിക്കുന്ന ഈ മാസത്തിൽ വേറിട്ടൊരു മാതൃകയാകുന്നു വയനാട് മുസ്ലിം ഓർഫനേജ്. നോമ്പുതുറ വിഭവം മുതൽ ഓരോന്നിലുമുണ്ട് അവരുടെ വൈവിധ്യം. മുട്ടിൽ മലയടിവാരത്തൊരു കരുണയുടെ തെളിനീരുറവ, അനാഥരായ കുട്ടികൾക്ക് അത്താണിയായ ഒരിടം. വയനാട് മുസ്ലിം യത്തീംഖാന. നോമ്പുകാലത്ത് ഇവിടുത്തെ അടുക്കള രുചിയുടെ കലവറയാകും. ഭക്ഷണങ്ങളുടെ ശുചിത്വവും ഗുണമേന്മയും ഉറപ്പാക്കാൻ ആവിയിൽ മാത്രമാണ് പാചകം. 1000-ഓളം കുട്ടികളിലേക്ക് ഈ കരുതലെത്തും. നോമ്പുകാലത്തും അല്ലാത്തപ്പോഴുമെല്ലാം വയനാട് മുസ്ലിം ഓർഫനേജിൻ്റെ മെയിൻ ക്യാമ്പസും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള 7ഓളം സ്ഥാപനങ്ങളിലുള്ള 1718ഓളം വിദ്യാർത്ഥികളെ നമ്മൾ കാറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് പുറമെ ആര് വയനാട് മുസ്ലിം ഓർഫനേജിൻ്റെ ക്യാമ്പസിലേക്ക് ഏത് സമയത്ത് കാലുകുത്തുന്നോ അവർക്കെല്ലാം ഒരു ഭക്ഷണം ഈ ഓർഫനേജിൽ ഉണ്ടാവും എന്നുള്ളതൊരു ഉറപ്പും വയനാട് മുസ്ലിം ഓർഫനേജ് എപ്പോഴും എല്ലാവർക്കും നൽകുന്നുണ്ട്. അശരണർക്ക് മുന്നിൽ ഒരിക്കലും അടയാത്ത കരുതലിന്റെ കവാടമാണിത്. അവിടേക്ക് കൈമൈ മറന്നുള്ള പങ്കുവെക്കൽ കൂടിയാകുമ്പോൾ വ്രതാനുഷ്ഠാനം പൂർണ്ണതയിലെത്തുന്നു. ഓർഫനേജിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സ്മരിക്കേണ്ടത് ഈ ഓർഫനേജിനെ 37 വർഷത്തോളം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് നയിക്കുകയും കാര്യദർശിയും മാർഗദർശിയും ഒക്കെയായി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന MA മുഹമ്മദ് ജമാൽ എന്ന ജമാൽക്കയാണ്. അദ്ദേഹം കാണിച്ചു തന്ന വഴികളിലൂടെ മാത്രമാണ് ഈ ഓർഫനേജ് അന്നും ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. MA മുഹമ്മദ് ജമാലിന്റെ ദീർഘവീക്ഷണമാണ് യത്തീംഖാനയ്ക്ക് മേൽവിലാസമുണ്ടാക്കിയത്. വയനാട്ടിലെ വിദ്യാഭ്യാസ സന്നദ്ധ മേഖലകളിലെല്ലാം കയ്യൊപ്പു ചാർത്തി സ്ത്രീധനരഹിത വിവാഹ സംഗമങ്ങൾ നടത്തി വയനാടിന്റെ തലവര മാറ്റി. എന്തിനും പിന്തുണ പ്രവാസികൾ ഉൾപ്പെടെയുള്ള സുമനസ്സുകളാണ്. 24 വയനാട്.